അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പവിത്രമായ മജ്ലിസ് മുമ്പിൽ നിന്ന് സ്വീകരിക്കട്ടെ, ഖബൂലാക്കട്ടെ. ഒരു നീണ്ട ദുആ ഇപ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ പരിപാടിയാണ്. രാവിലെ ഇതേ സ്റ്റേജിൽ അജ്മീർ മൗലിദ് വളരെ സന്തോഷത്തോടെ റാഹത്തോടെ പരിപൂർണമായി ചൊല്ലിത്തീർത്തു. അതിൻ്റെ ശേഷം ആത്മാർത്ഥമായ ദുആ നമ്മുടെ കുഞ്ഞുകോയത്തങ്ങൾ നമുക്ക് മുമ്പിൽ ദുആർന്നു തന്നു. ശേഷം ജുമുഅ നമസ്കാരാനന്തരം ഖത്മുൽ ഖുർആനും നമ്മുടെ മാണി ഉസ്താദിൻ്റെ നല്ല റാഹത്തുള്ള പ്രാർത്ഥനയും നമുക്ക് ലഭിച്ചു. അല്ലാഹു തആല എല്ലാം നമ്മിൽ ഖബൂലാക്കട്ടെ. ഒരുപാട് ആളുകൾ ഈ മഹത്തായ പരിപാടിയിലേക്ക് എല്ലാ വർഷവും സംഭാവനകൾ നൽകുന്ന സാമ്പത്തിക സഹായം എന്ന പോലെ തന്നെ ശാരീരികമായ സഹായം, വാക്കുകൊണ്ട് ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി കൂടെ നിൽക്കുന്ന പരിശ്രമിക്കുന്ന ഈ നാട്ടിലുള്ളവർ, പരിസര നാടുകളിലുള്ളവർ, പ്രത്യേകിച്ച് നമ്മുടെ സുഖൈഫി ഉസ്താദ് മുമ്പ് സേവനം ചെയ്ത മഹല്ലുകളിലൊക്കെയുള്ള ഒരുപാട് നല്ലവരായ ചെറുപ്പക്കാർ, അതുപോലെ തന്നെ ആ നാടുകളിലുള്ള ഉമ്മമാരൊക്കെ ഒരുപാട് വലിയ സംഖ്യ എല്ലാ വർഷവും ഇവിടെ നടക്കുന്ന മഹത്തായ പരിപാടിയിലേക്ക് നൽകി വരുന്നു. പ്രത്യേകിച്ച് അജ്മീർ മൗലിദ് പൈമ്പച്ചാൽ എന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. വിനീതൻ ആ കൂട്ടായ്മയിൽ ഒരു അംഗമാണ്. ആ കൂട്ടായ്മയിലുള്ള നിഷ്കളങ്കരായ ഒരുപാട് ആളുകൾ, പൈമ്പച്ചാൽ കാണാത്തവരും ആ കൂട്ടത്തിൽ ഉണ്ടാവാം, അവരൊക്കെ ഈ മഹത്തായ ഈ പോരിശയാക്കപ്പെട്ട മജ്ലിസിലേക്ക് എല്ലാ വർഷവും 10,000ങ്ങളും 5,000ങ്ങളും 1000ങ്ങളുമായി നൽകി വരികയാണ്. അവരൊക്കെ നൽകാൻ, അങ്ങനെ ഒരു തുക ഈ പരിപാടിയിലേക്ക് നൽകാനുള്ള ഏക കാരണം ഇവിടെ നമ്മുടെ ആരുടെയും പൗരമുണ്ടല്ല, സുഖൈഫി ഉസ്താദിന്റെ ആ ഒരു നിഷ്കളങ്കമായ ഇടപെടൽ കൊണ്ടാണ്. ഒരു പ്രത്യേക ഒരു പെരുമാറ്റത്തിന്റെ, ഒരു സ്വഭാവത്തിന്റെ ഉടമയാണ് പ്രിയ സുഹൃത്ത് നമ്മുടെ മഹല്ല ഖതീബ് ഉസ്താദ് സുഖൈഫി ഉസ്താദ്. ഉസ്താദിന്റെ ആ ഒരു പെരുമാറ്റത്തിന്റെ, ഇടപെടലിലെ പവർ കൊണ്ടാണ് പറയപ്പെട്ട ആളുകളൊക്കെ ഈ പരിപാടിയിലേക്ക് സഹകരിക്കുന്നത്, സഹായിക്കുന്നത്. നേരത്തെ നമ്മുടെ നാട്ടിൽപ്പെട്ട ഒരാൾ, പേര് പറയുന്നില്ല, അവരെന്നോട് പറയുകയുണ്ടായി, ഉസ്താദ് ഇവിടുന്ന് പോയാൽ, ഈ പരിപാടി ഇവിടുന്ന് ഇല്ലാതെയായാൽ ഈ നാടിൻ്റെ അവസ്ഥ എന്താവും. കാരണം നമുക്കറിയാം, കുമ്പക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മഹദി വിശ്രമിക്കുന്നുണ്ട്. അവിടുത്തെ ആണ്ട് നേർച്ച ഉറൂസ് മുബാറക് വിപുലമായി വർഷങ്ങളിൽ നടന്നു വരാറുണ്ട്. പൈമ്പച്ചാലിനെ സംബന്ധിച്ചിടത്തോളം ഈ അജ്മീർ മൗലിദ് എല്ലായിടത്തും അറിയപ്പെട്ടു, കേളി കേട്ടു, ഫേമസ് ആയ ഒരു സദസ്സാണ് ഈ പവിത്രമാക്കപ്പെട്ട അജ്മീർ മൗലിദിന്റെ മജ്ലിസ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ, ഇതിന്റെ ആ ഒരു ഉസ്താദിന്റെ നിയ്യത്ത് നന്നായത് കൊണ്ടാണ് ഈ പരിപാടിയുടെ ഒരു സമ്പൂർണ്ണ വിജയം നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത്. ഇതിന്റെ തുടക്കം മുതൽ ആദ്യം നേരെ നോട്ടീസൊക്കെ അടിച്ചാൻ കൊടുത്ത് അടിച്ച് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രകാശനം ചെയ്യുന്നതിന്റെ മുമ്പ് ഹാജാത്തങ്ങളുടെ ചാരത്തേക്ക്, ഹാജാത്തങ്ങളുടെ ചാരത്തേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ബന്ദർക്കത്തേക്ക് പോണ പോലെയല്ല, അല്ലെങ്കിൽ തളങ്കര പോയി അല്ലെങ്കിൽ എരുമാട് പോയി വരുന്ന പോലെയല്ല. 1.5 ദിവസം ട്രെയിനിന് യാത്ര ചെയ്യുകയാണെങ്കിൽ 1.5 1.25 ദിവസം, 2 ദിവസത്തോളം ട്രെയിനിലാണെങ്കിൽ യാത്ര ചെയ്യണം. യാത്ര ചെയ്ത് അവിടെ പ്രത്യേക, നമുക്കറിയാം, അജ്മീറിൽ പോയ ആളുകൾക്കൊക്കെ അറിയാം, അവിടെ പ്രത്യേകിച്ച് പിന്നെ ഹാജാത്തങ്ങളുടെ ഖാദിമീങ്ങളായി ഇങ്ങനെ വന്ന ഒരുപാട് ആളുകൾ ആ പരിശുദ്ധമാക്കപ്പെട്ട മഖാമും പരിസരമൊക്കെ നോക്കി നടത്തുന്ന ഒരുപാട് ആളുകളെ കാണാം.
അതിൽ ആ മക്കാമുമായി ഇടപെടാൻ, അതിലേക്ക് കയറി ചെല്ലാൻ പറ്റുന്ന നല്ലൊരാളെ പിടിച്ചിട്ട് അവര് മുഖേന മക്കാമിന്റെ ഉള്ളിലേക്ക് കയറി ഖജാ തങ്ങളുടെ ചാരത്ത് ആ നോട്ടീസ് കൊണ്ടുപോയി വെച്ച്, എന്നിട്ട് ആ വ്യക്തിയെ കൊണ്ട്, അദ്ദേഹത്തെ കൊണ്ട് പ്രത്യേക ദുആ അവിടുന്ന് നടത്തിച്ച് ശേഷം പുറത്തേക്ക് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്ന് അദ്ദേഹം മുഖേന ഒരു നോട്ടീസ് പ്രകാശനം അവിടെ തുടക്കം അവിടുന്ന് കുറിക്കണം. മാത്രല്ല അവിടെ പോയതിനു ശേഷം ഒരുപാട് ധാരാളം ഖുർആൻ ഓതി പ്രത്യേകം ഹദിയ ചെയ്ത് ഖാജാ തങ്ങളുടെ മൗലീദ് സന്തോഷത്തോടെ ചാരത്ത് വെച്ച് ഓതി തീർത്ത് റാഹത്തോടുകൂടി ദ്വാരന്ന് സന്തോഷത്തോടെ നാട്ടിലേക്ക് വന്നിട്ടാണ് പിന്നെ പ്രചരണം നാട്ടിൽ നടത്താറുള്ളത്. നാട്ടിലിവിടെ നടത്തുമ്പോഴും അങ്ങനെ തന്നെ ഓരോ ആളുകളുടെ അടുത്തേക്ക് പോകുമ്പോൾ ആത്മാർത്ഥമായിട്ടാണ് ആ പെരുമാറ്റം, ആ ഒരു എന്താ പറയാ, ആളുകളോട് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ശൈലി, അതൊരു പ്രത്യേകതയാണ്. അത് വെച്ചാൽ ഇപ്പൊ നമ്മളോട് ഇപ്പൊ ഒരു വിഷയം പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ ഇത് ഹാജാത്തങ്ങളുടെ പേരിൽ നടത്തുന്ന പരിപാടിയാണ്. ഹാജാത്തങ്ങൾ ആ പൊരുത്തം കൊണ്ട് നമ്മളെ കാര്യം നടക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഇടയാട്ടം ഉണ്ടായേക്കാം. എന്നാൽ സുഖവിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനല്ല. അത് ഹാജാത്തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ആ കാര്യം സഫലമാകും എന്ന് പറഞ്ഞ് മുറിച്ചങ്ങോട്ട് പറഞ്ഞാൽ അത് പറയാനുള്ള എന്താ വെച്ചാൽ പരിപൂർണമായ ആ ഒരു ബന്ധമാണ് ഹാജാത്തങ്ങളോടുള്ള ആ ഒരു ബന്ധം. ആ ബന്ധത്തിന്റെ ഊക്കിൽ ഒരുത്തനെ പിടിക്കുമ്പോ കരുത്തനെ പിടിക്കാന്നൊരു ചൊല്ലുണ്ട്. ഒരുത്തനെ പിടിക്കുമ്പോ എന്ന പോലെ ആ പിടുത്തം, ഹാജാത്തങ്ങളെ പിടിച്ചാ പിടുത്തണ്ടല്ലോ, അതൊരു ഒന്നൊന്നര പിടുത്താണ്. ആ പിടുത്തത്തിന്റെ ഊക്ക് കൊണ്ട് ആത്മാർത്ഥമായി ആരെങ്കിലും പ്രതിസന്ധി പറയുമ്പോ, പ്രയാസങ്ങൾ പറയുമ്പോ അവരോട് പറയാണ്, നിങ്ങൾ ബേജാറാവണ്ട, ഹാജാത്തങ്ങളുടെ പേരിൽ ഒരു ആട് നൽകിക്കോ എന്ന് ആ പറയുന്ന ആ ഊക്കിൽ അദ്ദേഹം ഏറ്റെടുത്ത് നൽകുകയാണെങ്കിൽ സഫലമാകുകയാണ്. അപ്പൊ അത്ര പവറോടുകൂടി അതൊരു ആത്മാർത്ഥതയാണ്. ആ ആത്മാർത്ഥത കൊണ്ടാണ് ഈ പരിപാടി ഇത്രമേൽ എല്ലാ വർഷവും സന്തോഷത്തോടെ കഴിച്ചുകൂട്ടാനും. ഇങ്ങനൊരു പരിപാടി കഴിച്ചുകൂട്ടാന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ പണിയല്ല. അത് നേരത്തെ മുമ്പ് നമ്മളെ രാവിലത്തെ പ്രഭാഷണത്തില് ഉമർ ഉസ്താദ് സൂചിപ്പിച്ച പോലെ ഒരുവിധം ഉസ്താദുമാർക്ക് ഒന്നും കഴിയുന്ന പണിയല്ല ഇത്. കാരണം ഒരാളെ കയ്യിൽ നിന്ന് 10 രൂപ വാങ്ങണമെങ്കിൽ അത്രമേൽ അധ്വാനമുണ്ട്, അത്ര കഷ്ടപ്പാടുണ്ട്. ഇപ്പൊ ഇതിൽ സ്ഥിരം മെമ്പർമാരായ ഒരുപാട് ആളുകളുണ്ട്. ആരാണെങ്കിലും നമുക്കറിയാം ഓരോ കൊല്ലവും വിഷമവും പ്രയാസമുള്ള ആളുകളായിരിക്കാം. അവരുടെ മുമ്പിൽ ചെന്ന് ആ ആത്മാർത്ഥമായി അങ്ങ് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ചോദിക്കാതെ തന്നെ നിങ്ങൾ എന്നാണ് വരിക എന്ന് അന്വേഷിക്കുന്ന ഒരു പറ്റം ഈ പരിപാടിയുടെ ഖാദിമീങ്ങൾ പരിസര ഭാഗത്തുണ്ട്. അവരന്വേഷിക്കുകയാണ്, എന്നാ പരിപാടി സമയായോ, ഞാൻ എന്താ നൽകാനുള്ളത്, ഞാൻ ആടല്ല നൽകാനുള്ളത് എന്ന് ഇങ്ങോട്ട് പറയുന്ന ഒരു പ്രത്യേക മജ്‌ലിസാണ്. സാധാരണയിൽ ആളുകൾ വാഗ്ദാനം ചെയ്യും. വാഗ്ദാനം ചെയ്തു കഴിഞ്ഞാൽ ആ സദസ്സിൻ ഉസ്താദുമാര് പറയുമ്പോ 4 ആളുകൾ കാണട്ടെ എന്നുള്ള ഊക്കോടുകൂടി വലിയ വാഴയിൽ ഞാൻ ഇത്ര തരാം അത്ര തരാന്നൊക്കെ പറഞ്ഞ് പിന്നെ അദ്ദേഹത്തെ മുണ്ടിട്ട് തെരഞ്ഞാൽ കിട്ടൂല. അങ്ങനത്തെ അവസ്ഥ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇവിടെ നടക്കുന്ന പരിപാടിയിൽ അങ്ങനെയല്ല. വാഗ്ദാനം ചെയ്ത ആളുകൾ ഞാൻ ആടാണ് വാഗ്ദാനം ചെയ്തത്, അത് ഇൻഷാ അല്ലാഹ് ഞാൻ ഇനി എത്രയാണ് നൽകേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പൊ അത്രമേൽ ആത്മാർത്ഥതയോട് കൂടിയിട്ട് അവർ ഇങ്ങോട്ട് സമീപിക്കുന്ന ഒരവസ്ഥയാണ്. വാഗ്ദാനം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ അങ്ങോട്ട് തേടി പോകേണ്ട ഒരവസ്ഥ ഉണ്ടാവാറില്ല. അത്രമേൽ ഈ പരിപാടിയുമായി സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഇതിന്റെ ഖാദിമീങ്ങളായിട്ടുണ്ട്. അല്ലാഹു തആല അവർക്കെല്ലാം തക്കതായ പ്രതിഫലം ഈ മജ്‌ലിസിന്റെ ബറക്കത്തുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ഒക്കെ എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു തആല ഹാസിലാക്കി കൊടുക്കട്ടെ. ഞാനിപ്പോൾ 2-3 വർഷത്തോളായി ഉസ്താദിന്റെ കൂടെ ഞാനിങ്ങനെ പോകുമ്പോൾ ഓരോ വീടുകളിൽ കയറി ചെല്ലുന്ന സമയത്ത് അവിടെ ആ വീട്ടുകാര് ഈ പരിപാടി എത്രമേൽ സ്നേഹിക്കുന്നുണ്ട് എന്നറിയണമെങ്കിൽ ഉസ്താദിന്റെ കൂടെ പോകുമ്പോഴാണ് മനസ്സിലാകുക. ഓരോ ആളുകളുടെയും ആ ഒരു പെരുമാറ്റവും പ്രത്യേക പരിഗണനയാണ്. നമ്മളെ കാണുമ്പോൾ മാറി നിൽക്കുന്ന അവസ്ഥയല്ല, ആവേശത്തോടു കൂടി നമ്മളെ സ്വീകരിക്കുന്നു, ഭക്ഷണത്തിന് വേണ്ടി ആത്മാർത്ഥമായി കൊണ്ടുപോകുന്നു, വളരെ ഇഖ്ലാസോടുകൂടി നല്ല നിഷ്കളങ്കരായ ഒരു പറ്റം ആളുകൾ ഉസ്താദിന്റെ കൂടെ ഈ വിഷയത്തിൽ ഒട്ടി നിൽക്കുന്ന, ചാരി നിൽക്കുന്ന, ഉസ്താദിന്റെ കൂടെ നിൽക്കുന്ന ഒരു പറ്റം ആളുകൾ അല്ലാഹു തആല അവർക്കെല്ലാം വലിയ ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. ആ കൂട്ടത്തിൽ ഒരുപാട് പ്രവാസികളുണ്ട്, അവരുടെയൊക്കെ ജോലിയിൽ അല്ലാഹു തആല വലിയ ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. അവരുടെ എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു തആല ഹാസിലാക്കി കൊടുക്കട്ടെ. അവർക്കുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ അല്ലാഹു തആല നീക്കി കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്.
പിന്നെ കൂടുതലായിട്ടൊന്നും പറയുന്നുമില്ല. ഞാനിപ്പോൾ തന്നെ അങ്ങനെ സൂചിപ്പിക്കാനുള്ള കാരണം ഇത് വിഷയങ്ങൾ സമയാതിക്രമിച്ചിട്ട് ഒരുപാട് ടൈം വൈകിയിട്ടുണ്ട്. പക്ഷെ പറയാതെ പോകാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ പിന്നെ കുറേ ആളുകൾക്ക് പല തെറ്റിദ്ധാരണകളുണ്ടാവും. ചിന്തിക്കും, തരക്കേടില്ല, ഇങ്ങനെ ഒരു പരിപാടി വെക്കുന്നതുകൊണ്ട് ഉസ്താദിന് ഒരുപാട് നേട്ടമുണ്ടാവും, ഉസ്താദിന് കുഴപ്പമില്ല, ഉസ്താദിന് തരക്കേടില്ല എന്ന് ആരെങ്കിലൊക്കെ ഇങ്ങനെ പീഡിയ കൊലയിൽ എന്ന് പറഞ്ഞ ചർച്ചകൾ വരിക. പീഡയുടെ മൂലയിൽ ഇരുന്ന് ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോഴേ പലതും ഇങ്ങനെ തേട്ടി ഇങ്ങനെ വരും, ഉള്ളുന്ന് ഇങ്ങനെ വരും. അപ്പം തോന്നും അത് ഉസ്താദിന് സ്വന്തമായി ഇങ്ങനെ മുൻകൈ എടുത്ത് നടത്തുമ്പോൾ ഉസ്താദിന് നല്ലൊരു തുക ഇത് മുഖേന ഉസ്താദിന്റെ പോക്കറ്റിലേക്ക് കിട്ടും. അതുകൊണ്ടാണ് ഉസ്താദ് ഇത്രമേൽ പണിയെടുക്കുന്നത് എന്ന് ഒരു പക്ഷേ ആരെങ്കിലും അങ്ങനെ ചിന്തിച്ചേക്കാം. പക്ഷേ ഞാൻ ഉസ്താദിന്റെ കൂടെ ഇപ്പൊ ഏകദേശം 2-3 വർഷത്തോളം അജ്മീറിലേക്ക് പോയപ്പോ ആ പോയ സമയത്ത് ഉസ്താദിന്റെ കൂടെ പോയവർക്കറിയാം, നമുക്കറിയാം അജ്മീറിൽ ഒരുപാട് സാധുക്കളായ പാവപ്പെട്ട ധാരാളം ആളുകളുണ്ടാവും. ഈ ആളുകൾ കൈ നീട്ടുന്ന സമയത്ത് പോക്കറ്റിലേക്കാണ്ട് കൈയിട വലിച്ചു കൊടുക്കുക. എത്രയാണ് അത്, 100 ആണോ 200 ആണോ 500 ആണോ ഞാൻ കൊടുക്കുന്നത് എന്ന് നോക്കാതെ വലിച്ചങ്ങോട്ട് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടാവണമെങ്കിൽ അദ്ദേഹം എങ്ങനെ താളാവണം? ഇങ്ങനെ പിടിച്ചു പറ്റുന്ന ഇങ്ങനെ ഈ ഇത്തരം പരിപാടിയിൽ നിന്ന് എന്തെങ്കിലും കാര്യലാഭം ഉണ്ടാക്കണം എന്ന ലക്ഷ്യമുള്ള ആളാണെങ്കിൽ അങ്ങനെ ചെയ്യോ? ഒരിക്കലും അങ്ങനെ ചെയ്യൂല. കൈയുടെ പരമാവധി അതിൽ നിന്നൊക്കെ മാറി നിന്ന് കൊടുക്കാതെ ആ കാശും കൂടി പോക്കറ്റിലേക്ക് വന്നോട്ടെ എന്നായിരിക്കും ചിന്തിക്കുക. മറിച്ച് പാവപ്പെട്ടവരെ കാണുമ്പോൾ അവർക്ക് അങ്ങനെ വാരിക്കോരി കൊടുക്കുകയാണ്. എത്ര ആളുകൾക്കാണ് കൊടുക്കുന്നത്? നമ്മളിങ്ങനെ കാണും, പോകുന്ന സമയത്ത് ഇങ്ങനെ കൈ നീട്ടും, ആ സമയത്ത് എടുത്തു കൊടുക്കുന്നു, ഇപ്പുറത്തേക്ക് എടുത്തു കൊടുക്കുന്നു. ആരെയും ഇൻസൾട്ട് ആക്കുന്നില്ല, ആരെയും വേദനിപ്പിക്കുന്നില്ല, എല്ലാവർക്കും വാരിക്കോരി കൊടുക്കുക. നമ്മൾ പലപ്പോഴും പതറി പോവാറുണ്ട്. ഒരാർക്കെങ്കിലും 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് കൈ നീട്ടാൻ തുടങ്ങും, അപ്പുറത്ത് കൈ നീട്ടും. ഇങ്ങനെ 4 ഭാഗത്തും ആളുകൾ കൈ നീട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മളെ കൂടെ വന്ന സാമ്പത്തികമായി ഐശ്വര്യമുള്ള ആളുകൾ പോലും മാറി സഞ്ചരിക്കുന്ന സമയത്ത് ഇവിടെ നേരത്തെ രാവിലെ ഉസ്താദ് സൂചിപ്പിച്ച പൈമ്പച്ചാലും മുക്രിച്ചാന്ന് പറയുന്ന പൈമ്പച്ചാലും മുക്രിക്കയാണ് ഞാനെന്ന് പറഞ്ഞ ആ സുഖൈഫി ഉസ്താദ്, ആ നിഷ്കളങ്കമായ വാക്കുച്ചരിച്ച ആ ഉസ്താദ് ഇവിടെ നിന്ന് ഈ നാട്ടിൽ നിന്ന് എന്താണ് ഉസ്താദിന് കൊടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയില്ല. എത്രയാണ് ഉസ്താദിന് ശമ്പളം കൊടുക്കുന്നത് എന്നുള്ളത്. അപ്പൊ ആ കിട്ടുന്ന ആ തുച്ഛം ശമ്പളം അതിൽ നിന്ന് ആ കിട്ടിയതിൽ നിന്ന് കൊടുക്കുകയാണ്. ആത്മാർത്ഥമായി പോക്കറ്റിൽ കൈയിട്ടിട്ട് അങ്ങ് കൊടുക്കുകയാണ്. അപ്പൊ ഇതിൽ നിന്ന് ഉസ്താദിന്റെ ഉദ്ദേശം എന്താണ്? ഹാജാത്തങ്ങളുടെ ആ ഒരു തൃപ്തിയോടുകൂടി പരിപാടി നടക്കുക, അതിലൊരുപാട് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക, പാവപ്പെട്ട ആളുകളെ സഹായിക്കുക, ഒരുപാട് ഉസ്താദന്മാരെ വിളിച്ചു വരുത്തുക. ആ ഉസ്താദന്മാരൊക്കെ നമുക്കറിയാം ഓരോ മഹല്ലുകളിൽ ചെറിയ തുച്ഛം ശമ്പളത്തിന് സേവനം ചെയ്യുന്നവരാണല്ലോ. അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഹദിയ കൊടുക്കുക. അങ്ങനെയൊക്കെയുള്ള ഒരു നല്ലൊരു പരിപാടി, ഭക്ഷണം നല്ല സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കുക, നല്ല സൽക്കാരം, നല്ല സ്വീകരണം, അത് എല്ലാ രീതിയിലും ഗംഭീരമാവണം, ഉഷാറാവണം എന്ന ഒരു നല്ല ചിന്തയും ആ രീതിയിൽ കൈയുടെ പരമാവധി കയ്യിൽ നിന്ന് അങ്ങോട്ട് പോകുക എന്നല്ലാതെ നയാകാശ് ഇങ്ങോട്ട് കിട്ടുന്നൊരവസ്ഥ ഈ പരിപാടി മുഖേന ഒരിക്കലും ഉണ്ടാകൂല എന്നുള്ളത് ഞാൻ ഉസ്താദിന്റെ കൂടെ ചാരി നടക്കുന്നത് കൊണ്ട് എനിക്ക് പരിപൂർണമായ ബോധമുണ്ട്. അല്ലാഹു തആല ഉസ്താദിന് ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. വീട് കെട്ടി കടമുണ്ട്, നമ്മോട് ആരോടും പറഞ്ഞിട്ടില്ല, ഉണ്ടാവില്ല. അതിങ്ങനെ വിഷമം ഉണ്ടായിരിക്കുന്ന സമയത്താണ് ഈ രീതിയിൽ പരിപാടിക്ക് വേണ്ടി നെട്ടോട്ടം ഓടുന്നത്. അല്ലാഹു തആല ഹാജാത്തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് വീടിന് അവശേഷിക്കുന്ന കടങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തീർക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല ഉസ്താദിന്റെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി കൊടുക്കട്ടെ. പ്രത്യേകിച്ച് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് അടുത്ത വർഷം നടത്താൻ ഉദ്ദേശിക്കുന്ന 3 പെൺകുട്ടികളുടെ വിവാഹം, അത് നേരത്തെ ഉസ്താദ് മറ്റേ നമ്മളെ ഉമർ ഉസ്താദ് 4 പറഞ്ഞ്, അതുപോലെ മാണി ഉസ്താദ് 5 പറഞ്ഞ്, ഏതായാലും 3 എന്നുള്ളത് തീർച്ചയാണ്. കയ്യുടെ പരമാവധി 4 ആണെങ്കിൽ 4 അല്ലെങ്കിൽ 5, അതൊക്കെ അപ്പത്തെ സാഹചര്യം പോലെ നടത്തും ഇൻഷാ അല്ലാഹ്. ഏതായാലും ആ ഒരു പരിപാടി അത് വളരെ ആവേശത്തോടുകൂടി ഹജാത്തങ്ങളുടെ നോട്ടം കിട്ടണം എന്ന സതുദ്ദേശത്തോടുകൂടി നിഷ്കളങ്കരായ പാവപ്പെട്ട 3 കുട്ടികളുടെ കല്യാണമാണ് ഉസ്താദ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തആല അതും ആ 3ഉം അതിനേക്കാൾ കൂടുതലായും വളരെ സന്തോഷത്തോടെ കഴിച്ചുകൂട്ടാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആ പരിപാടിക്ക് വേണ്ടിയും സഹകരിക്കുന്ന, സഹായിക്കുന്ന, കൂടെ നിൽക്കുന്ന, ഒത്താശകൾ ചെയ്യുന്ന, ഹെൽപ്പ് ചെയ്യുന്ന എല്ലാവർക്കും അല്ലാഹു തആല ഹജാത്ത് തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് തക്കതായ പ്രതിഫലം 2
ലോകത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല ഈ മുബാറക്കായ മജ്ലിസ് എല്ലാ നിലക്കും നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. രാവിലെ മുതൽ ഈ സമയം വരെ ഇവിടെ കൂടി എല്ലാ രീതിയിലും സഹകരിച്ച് സഹായിച്ച നാട്ടുകാർ, പരിസര നാട്ടിലുള്ള ആളുകൾ, ഉസ്താദന്മാർ, അതുപോലെ തന്നെ നാട്ടിലെ നല്ലവരായ ഉമ്മമാർ, ഉപ്പമാർ, എല്ലാവർക്കും അല്ലാഹു തആല വലിയ ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. ഇന്നിവിടെ ആരെല്ലാം വന്നോ, ഓൺലൈനിലൂടെ പരിപാടി ശ്രദ്ധിച്ച ആളുകൾ, അതുപോലെ തന്നെ വരാൻ കഴിയാതെ ഈ പരിപാടിക്ക് വേണ്ടി സ്ഥിരമായി സഹകരിക്കുന്ന സ്ഥിരം മെമ്പർമാർ, എല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല വലിയ ബറക്കത്തും സന്തോഷവും ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കട്ടെ. ആ കൂട്ടത്തിൽ രോഗമുള്ളവരുണ്ടെങ്കിൽ അല്ലാഹു തആല രോഗം ശിഫയാക്കി കൊടുക്കട്ടെ. പ്രയാസങ്ങളുള്ളവരുടെ പ്രയാസങ്ങൾ അല്ലാഹു തആല നീക്കി കൊടുക്കട്ടെ. എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു തആല ഹാസിലാക്കി കൊടുക്കട്ടെ. എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും അല്ലാഹു തആല നീക്കി കൊടുക്കട്ടെ. മക്കളില്ലാത്തവർക്ക് ഹാജാത്തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല അതിവിദൂരമല്ലാത്ത ഭാവിയിൽ മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ. വിവാഹം കഴിച്ച് പ്രയാസം അനുഭവിക്കുന്നവർക്ക് കുടുംബത്തിൽ അല്ലാഹു തആല റാഹത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. രോഗം കണ്ട് കഷ്ടപ്പെടുന്നവരുടെ രോഗങ്ങൾ അല്ലാഹു തആല ശിഫയാക്കി കൊടുക്കട്ടെ. ആ രീതിയിൽ ഏതെല്ലാം രീതിയിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ടോ അവരുടെയൊക്കെ കഷ്ടപ്പാടും പ്രയാസങ്ങളൊക്കെ അല്ലാഹു തആല ഈ മുബാറക്കായ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് പരിപൂർണമായും നീക്കി റാഹത്തും സന്തോഷവും നമുക്കെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കട്ടെ. ശിഷ്ടകാല ജീവിതത്തിന്റെ തൃപ്തിയിലായി സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്കെല്ലാം അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഒക്കെ ആഖിബത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല നന്നാക്കി തരട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر لنا ولوالدنا وللمؤمنين يوم يقوم الحساب. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد.